എനിക്ക് ഒരു നിർബന്ധമില്ല മനോരമയിൽ വന്ന് ഈ ഒരു മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ എന്റെ പാർട്ടി ചുമതലപ്പെടുത്തി വരുമ്പോ ഇത്തരത്തിലുള്ള മെനകെട്ട സ്വഭാവം എന്നോട് കാണിക്കരുത്. മനോരമ തന്നെ കുറെ ബലം ഞങ്ങൾക്കുണ്ട്. മനോരമ ഞങ്ങളുടെ പ്രതിരോധത്തിന് ബലം തരേണ്ട മിസ്റ്റർ. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. സെറ്റിൽമെന്റ് ബോർഡിന്റെ അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തലിൽ പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ. ആരോപണങ്ങൾ വെറും ആരോപണങ്ങളുടെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല, അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പഴയകാല പല്ലവിയുടെ പേരിൽ എന്നാ താങ്കൾ പറഞ്ഞത്? ഞാൻ പഴയകാല പല്ലവി ഒന്നും പറഞ്ഞില്ല, കോടതി ഉദ്ധരണികൾ എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. ഇല്ലാത്ത വാക്ക് ദയവായി താങ്കൾ എന്റെ മേൽ ചാർത്തരുത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ പഴയകാല എന്ന് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് താങ്കൾ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ഇത് ചർച്ച കഴിയും. പഴയകാല കോടതി ഉദ്ധരണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലല്ല, പഴയകാല കോടതി ഉദ്ധരണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പഴയകാല പല്ലവി എന്ന് പറയുന്നതും പഴയകാല കോടതി ഉദ്ധരണി എന്ന് പറയുന്നതും നല്ല വ്യത്യാസമുണ്ട്. അവനൊന്നും അറിയില്ല താമോ. പഴയകാല കോടതി ഏത് പഴയകാലമായാലും ദാറ്റ് ഈസ് പ്രീസിഡന്റ്. ഓക്കെ, ഒരു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ, ഹൈക്കോടതി ഒരു വിധി പറഞ്ഞാൽ ആ വിധിന്യായം പ്രീസിഡന്റ് എന്ന് പറയും. പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കോർട്ട് ഇസ് എ ലോ. നിനക്ക് ഇത്ര ബുദ്ധിയാ? അത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. എതിർപ്പുണ്ടെങ്കിൽ അഭിഭാഷകൻ കൂടിയായ ആ കോൺഗ്രസിന്റെ ഒരു സുഖം. ചോദ്യം ചോദിക്കാനുള്ള ഒരു ക്ഷമ താങ്കൾക്കുണ്ടെങ്കിൽ ഉത്തരം കേൾക്കാനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് വേണം. കഴിഞ്ഞ 3-4 ചർച്ചയായി റാഷിദിന്റെ ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട്, വളരെ മോശമായി. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വച്ച് എന്റെ ഉത്തരത്തെ തടസ്സപ്പെടുത്തുന്ന പതിവ് രീതി താങ്കൾ ഇനിയെങ്കിലും ആവർത്തിക്കരുത്. ഞാൻ അവസാനമായി പറയുകയാണ്, എനിക്ക് ഒരു നിർബന്ധമില്ല മനോരമയിൽ വന്ന് ഈ ഒരു മണിക്കൂർ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ എന്റെ പാർട്ടി ചുമതലപ്പെടുത്തി വരുമ്പോ ഇത്തരത്തിലുള്ള മെനകെട്ട സ്വഭാവം എന്നോട് കാണിക്കരുത്. ഒന്ന് പോടോ. ശ്രീ അരുൺകുമാർ, ഇതിനകത്തൊരു മെനക്കെട്ട സ്വഭാവമില്ല. 6-7 മിനിറ്റ് താങ്കൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്ന കഴിഞ്ഞ ശേഷം അല്ലല്ല, താങ്കൾ വ്യക്തിപരമായുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതൊരു മര്യാദയുടെ പേരിൽ ഞാൻ ഗൗനിക്കും. പക്ഷേ അതൊരു പരിധി വിട്ട് താങ്കൾ ഉപദേശിക്കുമ്പോൾ പ്രതികരിക്കാതെ വയ്യ. ഇതിനകത്തൊരു മെനക്കേടും ഇല്ല. വളരെ കൃത്യമായി ഇതിനകത്ത് ചോദ്യം നേരിടുന്ന പാർട്ടി CPM ആണ്. കാരണം താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കേസാണിത് എന്ന്. വസ്തുതാപരമായി അതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഈ കേസിലെ ചില വസ്തുതകൾ താങ്കളുടെ വാദത്തിന്റെ ഉപചോദ്യങ്ങളായി എനിക്ക് ഉന്നയിക്കേണ്ടി വരും. താങ്കൾ വാദിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന ചോദ്യങ്ങൾ സന്ദർഭവശാൽ താങ്കളുടെ മുമ്പിൽ അങ്ങ് വെക്കുകയാണ്. ആ ചോദ്യങ്ങൾ കേട്ട് താങ്കൾക്ക് അസഹിഷ്ണുത തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനല്ല. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകും. ഇത്ര ഞങ്ങളുടെ CPM-ന്റെ ഉത്തരം കേൾക്കാൻ ഇത്ര പൊള്ളലാണ് താങ്കൾക്കെങ്കിൽ എന്തിനാണ് താങ്കൾ ഞങ്ങളെ വിളിക്കുന്നത്? താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗഹൃദമുള്ള നിരീക്ഷകരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തുകൂടെ? പോയി. ഞാൻ ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകം പറഞ്ഞില്ലല്ലോ. താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേ. പിന്നെ താങ്കൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ. കൃത്യമായി താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്ത് താങ്കളുടെ പ്രതിനിധിയോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുക. മനോരമയടക്കം മാസപ്പടി എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് വീണ എന്ന സംരംഭകയെ മാത്രമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിൽ CMRL കരാർ ഒപ്പിട്ടു. എന്തിന്? ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിൻ മേടിക്കാൻ, ഗവൺമെന്റിൽ നിന്ന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് മേടിക്കാൻ. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ഞാൻ ഈ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുതിയ കാര്യം വല്ലതുമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും ഈ പണമിടപാടും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ റിപ്പോർട്ടിനകത്ത് 51-ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അത് ആരോപണമാകുന്നത് എങ്ങനെയാണ്? ആരോപണത്തിന്റെ പരിധിയിലേക്ക് അതിനെ നിങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്റെ ഒരു വാചകം പൂർത്തീകരിച്ചിട്ട് താങ്കൾ 100 ചോദ്യം ചോദിച്ചോ? ആ 100 ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. താങ്കളുടെ ആ പ്രാഥമിക വാദം താങ്കൾ മുന്നോട്ട് വെച്ച് പറഞ്ഞു. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത് CPM ആണ്. ഈ കേസിൽ അതുകൊണ്ട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായത് ഭരണപാർട്ടി കൂടിയായ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയരും. അപ്പോ എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു തീരുക ശ്രീ അരുൺകുമാർ? അതെ,
വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. ആദ്യത്തെ 6 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എന്റെ ഒരു ഉപചോദ്യം വെക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ഒരു പോയിന്റ് സമർത്ഥിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അതിന്റെ ഉപചോദ്യം വീണ്ടും ചോദിക്കുന്നത്. പിന്നെ അസഹിഷ്ണുതയെ ചൊല്ലി നിങ്ങൾ എന്നെ വിമർശിച്ചുള്ള തർക്കത്തിലേക്കാണ് പോകുന്നത്, സമയം കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. ആരോപണം ഉന്നയിക്കുക, CPM-നെതിരെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക, ഇത് നിങ്ങളുടെ ശൈലിയാണ്. ഞാൻ പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നത് ആരുടെ ശൈലിയാണ്? പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. എന്റെ വാചകം മുഴുപ്പിക്കുക. ഇനി പറ, ഞാൻ കേക്കട്ടെ. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ അല്ലല്ലോ ചർച്ചയ്ക്ക് താങ്കൾക്കൊപ്പം ഇരിക്കുന്നത്. താങ്കളുടെ അസഹിഷ്ണുത എനിക്ക് മനസ്സിലാകും. കാരണം താങ്കൾ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ഷമയോടെ കേൾക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ കേൾക്കുക. അങ്ങനെ ഓഫ് ചെയ്ത് ഈ ചർച്ച ചോദ്യവും ഉത്തരവും പറഞ്ഞു പോകാൻ തന്നെയാണ്. ഭീഷണിയും തിട്ടൂരവും വേണ്ട. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. വളരെ മാന്യമായ ഭാഷയിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അത് ആ ഒരു നിലയ്ക്ക് തന്നെ പരിഗണിക്കുകയും അതിനനുസരിച്ച് താങ്കൾ വീണ്ടും കടന്നു പറഞ്ഞപ്പോഴും മിണ്ടാതിരിക്കുകയും ചെയ്തതാണ്. പക്ഷേ മര്യാദയ്ക്ക് കേട്ടുകൊള്ളുക എന്ന വകയുള്ള ഭീഷണി തൽക്കാലം താങ്കൾ അവിടെ 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അല്ല അരുൺകുമാർ, ആരും കൃത്യമായി താങ്കൾ തന്നെയാണ് ഉപചോദ്യങ്ങൾ എന്ന രൂപത്തിൽ ഇത്തരത്തിൽ വലിച്ചു നീട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. താങ്കൾ തന്നെയാണ് ഈ ഉദ്ദേശിച്ച ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഉപചോദ്യങ്ങൾ എന്ന രൂപത്തിൽ വിരട്ടലും വിലപേശലൊക്കെ ഇങ്ങോട്ട് നടത്തുന്നത് താങ്കൾ തന്നെയാണ്. കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. അത് മടക്കി താങ്കൾ കക്ഷത്തിൽ വെച്ചാൽ മതി, എന്നെ വിരട്ടാൻ നിൽക്കണ്ട. ഓക്കെ, ആരാരെ വിരട്ടി എന്നുള്ളത് ഈ ചർച്ചയുടെ ഫ്ലോയിൽ എടുത്ത് പറയാം. മാറ്റിവെക്കേണ്ടത് അതാണോ ഉപചോദ്യങ്ങൾ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിനകത്ത് താങ്കൾ വിശേഷിപ്പിക്കുന്ന ഈ ശൈലി ഉണ്ടല്ലോ, ഈ ശൈലി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്. 2 ഏജൻസികൾ 18 ദിവസത്തിന്റെ ഉള്ളടക്കത്തിൽ വന്നിരിക്കുന്നു. അവർ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറ്റപത്രം വരുന്നു, മറ്റു കാര്യങ്ങൾ പ്രൊസീഡിംഗ്സ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര വലിയ ഏജൻസി ആയാലും ഞങ്ങൾക്കൊരു ഭയമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു വേഗമായിക്കോട്ടെ. 3.5 വർഷം കേരളത്തിന്റെ ഗവർണർ ഭരണഘടനയെ തകർക്കാനും ഫെഡറലിസത്തെ തകർക്കാനും നിരന്തര ഇടപെടൽ നടത്തിയപ്പോ നിങ്ങൾക്ക് കേരളത്തിന്റെ ഗവർണർ ഹീറോ ആയിരുന്നു. ആ ഗവർണർക്ക് വേണ്ടി എത്രയോ ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് നടത്തി. ഞങ്ങൾ പറഞ്ഞ അതേ വാചകം ശരിയാണ്, അത് മാത്രമാണ് ശരി എന്ന് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു. താങ്കൾ കേട്ടില്ലേ? ശരിയാണ്, അത് മാത്രമാണ് ശരി. ഉപദേശവും നിർദ്ദേശവും മന്ത്രിസഭ കൊടുക്കുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാ നല്ലത്. ഈ കേസിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസിൽ പ്രതിയായിട്ട് വരുന്നവർ അതിനെ നിയമപരമായി നേരിടും. എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയാൽ നന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കുള്ള വ്യക്തത ഈ കേസിൽ CPIക്ക് ഇപ്പോ ഇല്ലാതെ പോയത്? അതൊന്നും എനിക്കറിയാൻ മേല. എല്ലാവർക്കും LDF-ലെ എല്ലാവർക്കും വ്യക്തതയുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കൃത്യമാണ്. നിങ്ങൾ തെറ്റായ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിൽ വേറെയാ. ഏത് കേസ് വന്നാലും അതിലെ പ്രതികൾ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും. ദേഷ്യം മുഖത്താണെങ്കിലും മനസ്സ് പാവാ. ഒരു ദിവസമൊന്നല്ല, ഒരു 100 ദിവസക്കാലത്തോളം CPM-ന്റെ പ്രതിനിധിയോട് നിങ്ങൾ എന്ത് സേവനം ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വീണയ്ക്കെതിരായിട്ട് വന്നത് എന്ന് റാഷിദ് ചോദിച്ചുകൊണ്ടേയിരിക്കൂ. അരുണാണെങ്കിൽ ഉത്തരം പറയില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ ഫിനാൻസ് മാനേജർ വിവാദമായപ്പോൾ ഇടതുപക്ഷത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല എന്ന് മൊഴിമാറ്റം നടത്തുന്നതിന്റെ പിറകിലുള്ള ശക്തിയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കൊടുത്തു എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു എങ്കിൽ അത് എന്താണ് എന്ന് CPM-ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. CPM പൊതുസമൂഹത്തിന് മുന്നിൽ വീണയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അപ്പൊ അത് ഇതുവരെ ഈ നാൾ വരെ തർക്കിച്ചിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വ്യക്തതയോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ CPM-ന് പറയാൻ പറ്റിയിട്ടില്ല. അത് കറക്റ്റ്. അരുൺകുമാറിനോ CPM-ന്റെ വക്താവിനോ ഈ കൊടപിടിച്ച സഖാവ് MV ഗോവിന്ദനോ 2,72,00,000 രൂപ വാങ്ങിയിട്ട് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനം ചെയ്തു കൊടുത്തു എന്ന് അറിയാതെ ഈ പാവങ്ങൾ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. കരാറുണ്ടാക്കാൻ വേണ്ടി വീണ ഉപയോഗിച്ച എക്സാലോജിക്കൽ കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ അരുൺകുമാറിന്റെയും ലക്ഷക്കണക്കിന് സഖാക്കളുടെയും വിയർപ്പ് ചിന്തിയ AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിക്കാൻ ആരനുവാദം കൊടുത്തു? അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്കരാടി പറഞ്ഞ രേഖയുണ്ടല്ലോ, ആ രേഖയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വിജിലൻസ് കോടതി പോകാന്നാ പറഞ്ഞേ. അപ്പൊ നിങ്ങളിപ്പോ റിസർച്ച് നടത്തി കുറച്ച് നാളായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്യു കുഴൽനാടന് കൊടുക്ക്. അദ്ദേഹം ഈ കോടതി കൊണ്ടുപോയി കൊടുത്ത് ആ മാനം ഒന്ന് രക്ഷിക്കട്ടെ. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല.
ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? നിങ്ങൾ പാർട്ടിയെ ശരി, ഈ പാർട്ടിയെ ആക്രമിക്കാനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി ആക്രമിക്കാനുള്ള മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും വരുമ്പോഴാണ് ഞങ്ങൾ അതിശക്തമായിട്ട് പ്രതിരോധിക്കുന്നത്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഈ രണ്ട് കമ്പനിയിലേക്ക് ഒരു ഫോൺ വിളിച്ച് നിങ്ങളുടെ ചോദിച്ചാൽ പ്രതിരോധത്തിന് ബലം നൽകാൻ ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോ ഞാനത് പറയാൻ ആളല്ല. ഞങ്ങളുടെ പ്രതിരോധത്തിന് ബലമുണ്ട്. മനോരമയായിട്ട് ഞങ്ങളുടെ പ്രതിരോധത്തിന് ബലം തരണ്ട. മനോരമ തന്ന കുറേ ബലം ഞങ്ങൾക്കുണ്ട്. മനോരമ ഞങ്ങളുടെ പ്രതിരോധത്തിന് ബലം തരണ്ട മിസ്റ്റർ. അല്ല, എന്റെ ബലമോ അല്ലെങ്കിൽ മനോരമ തരുന്ന ബലമോ ആയി കാണണ്ട. ഇതൊരു ലളിത യുക്തിയായി കണ്ടാൽ മതി. ലളിത യുക്തിയായി കാണാൻ മതി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. വീണാ വിജയനോട് ചോദിക്കാം, എന്തായിരുന്നു ആ സേവനം? അല്ലെങ്കിൽ പറയാം, വീണാ വിജയനോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറയോ? വീണാ വിജയനോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറയോ പാർട്ടി? എന്തായിരുന്നു സേവനം എന്ന് കമ്പനി കാര്യം വീണയ്ക്ക് അറിയാമല്ലോ. വീണയുടെ കമ്പനിയല്ലേ? വീണയോട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറയോ? അങ്ങനെ വാശി പിടിക്കില്ലേ എന്നെ? എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് പറയാൻ കഴിയാത്തിടത്തോളം കാലം മിസ്റ്റർ അരുൺകുമാർ, നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും പ്രതിരോധത്തിലാണ്. നിങ്ങൾ ഇന്നലെ വാക്ക് പറഞ്ഞില്ലേ ഗവർണർ രമേശ് ചെന്നിത്തല എത്ര മേടിച്ചു ഗവർണർ ചേർത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി എത്ര മേടിച്ചു പറയാമോ? ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ?